നമ്മുടെ ശരീരത്തിലെ ദഹന വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് പ്രധാനമായിട്ടും T3, T4 ഹോർമോണുകളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം വഴിയാണ് ഈ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. T3, T4 എന്നീ ഹോർമോണുകൾ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുകയും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ TSH ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഈ TSH നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിനെ ഉത്തേജിപ്പിച്ച് T3, T4 ഹോർമോണുകൾ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. പ്രധാനമായും തൈറോയ്ഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട് 2 രോഗങ്ങളാണ് കൂടുതലായും കണ്ടുവരുന്നത്: ഹൈപ്പർ തൈറോയിഡിസവും ഹൈപ്പോതൈറോയിഡിസവും. ഹൈപ്പോതൈറോയിഡിസത്തിൽ T3, T4 ഹോർമോണുകൾ ശരീരത്തിൽ കുറയുന്ന അവസ്ഥയാണ്. ഇതിൽ കാണുന്ന പ്രധാന ലക്ഷണം ശരീരത്തിന് ഭാരം കൂടുക, വിശപ്പില്ലായ്മ, ക്ഷീണം അനുഭവപ്പെടുക, തണുപ്പ് സഹിക്കാൻ വയ്യാത്ത അവസ്ഥ ഇവയൊക്കെയാണ്. ഹൈപ്പർ തൈറോയിഡിസത്തിൽ T3, T4 ഹോർമോണുകൾ ശരീരത്തിൽ കൂടുന്ന അവസ്ഥയാണ്. ഇതുമൂലം നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവുക, അതുപോലെ തന്നെ ഹീറ്റ് ഇൻടോളറൻസ് ഉണ്ടാവുക, ഉറക്കമില്ലായ്മ, നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ്, ഹാർട്ട് റേറ്റ് ഇവയൊക്കെ കൂടിയിരിക്കുക എന്നീ അവസ്ഥകളും ഉണ്ടാകുന്നു. ആയുർവേദത്തിൽ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയെ ഹോർമോണുകളെ റെഗുലേറ്റ് ചെയ്യാൻ ഏറ്റവും ആവശ്യമുള്ളത് നമ്മുടെ ദഹന വ്യവസ്ഥയെ നിയന്ത്രിക്കുക എന്നതാണ്. അതായത് നമ്മുടെ അഗ്നിബലത്തെ ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ്. അതിനുവേണ്ടി ചിട്ടയായ ദിനചര്യ ശീലിക്കുക, ചിട്ടയായ ആഹാര രീതി, ചിട്ടയായ വ്യായാമ രീതി ഇവയൊക്കെ ഫോളോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്.